മഞ്ഞും തണുപ്പും പഴങ്ങളും പച്ചക്കറികളും എല്ലാം സമ്മാനിക്കുന്ന കേരളത്തിൻ്റെ സുന്ദര ഗ്രാമമായ വട്ടവടയിലേക്കുള്ള KSRTC ബസ് യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഈ യാത്ര പുറപ്പെടുന്നത് എനിക്കടുത്തുള്ള പെരിന്തൽമണ്ണ KSRTC ഡിപ്പോയിൽ നിന്നാണ്. ഇവിടെ നിന്നും എറണാകുളത്തേക്ക് പോയി അവിടെ നിന്നാണ് വട്ടവടയിലേക്ക് പോകുന്നത്. എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് 187 രൂപ. അങ്ങനെ വൈകുന്നേരം 3:30 പുറപ്പെട്ട് രാത്രിയിൽ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് മൂന്നാറിലേക്കുള്ള ബസ് കയറും. എറണാകുളം ഡിപ്പോയിൽ നിന്നും മൂന്നാറിലേക്കും വട്ടവടയിലേക്കും ഡയറക്റ്റ് ബസ്സുകളുണ്ട്. വട്ടവടയിലേക്കുള്ള ബസ് ഇനി പുലർച്ചെ 4 മണിക്കാണുള്ളത്. ടിക്കറ്റ് ഏകദേശം 240 രൂപ. എന്നാൽ ഞാൻ രാത്രിയിൽ 12 മണിക്കുള്ള മൂന്നാർ ബസ്സിനാണ് പോകുന്നത്. അവിടെ നിന്നും രാവിലെ വട്ടവടയിലേക്കും പോകും. ഇവിടെ നിന്നും മൂന്നാറിലേക്ക് ടിക്കറ്റ് 173 രൂപ. അങ്ങനെ പുലർച്ചെ 5:30 ബസ് മൂന്നാറിലെത്തി. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്ക് രാവിലെ 6 മണിക്ക് ബസ്സുണ്ടെങ്കിലും അത് വന്നില്ല. അടുത്ത ബസ് 8:30 വന്നത്. കോവില്ലൂർ എന്നാകും വട്ടവട ബസ്സിലെ സ്ഥലപ്പേര്. ടിക്കറ്റ് 81 രൂപ. മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ റൂട്ടിലൂടെയാണ് യാത്ര. മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിന്റ്, കുണ്ടറ ഡാം, ഫോട്ടോ പോയിന്റ്, ടോപ്പ് സ്റ്റേഷന് ഇതെല്ലാം ഈ റൂട്ടിലാണ്. തേയിലത്തോട്ടങ്ങളും മഞ്ഞും മേഘങ്ങളും എല്ലാം കണ്ട് എല്ലേപ്പെട്ടി എന്ന സുന്ദര ഗ്രാമവും കടന്ന് ബസ് വട്ടവട കവാടത്തിലെത്തി. ഇനി അങ്ങോട്ട് പാമ്പാടൻ ചോല നാഷണൽ പാർക്കിലൂടെയാണ് യാത്ര. ഫോറസ്റ്റ് റൂട്ടായതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളിൽ വരുന്നവർ വഴിയിലൊന്നും ഇറങ്ങാൻ പാടില്ല. വട്ടവടയിൽ ബസ്സിലെത്തുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തിരിച്ചു വരാനുള്ള ബസ്സിനെ കുറിച്ച് പ്രത്യേകം അന്വേഷിക്കണം. തിരക്കേറിയ ദിവസങ്ങളിൽ വട്ടവട ബസ്സുകൾ കുറവാണ്. അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണിക്കും KSRTC കിട്ടും. കോവില്ലൂർ എന്ന വട്ടവടയിലെ അവസാന ഗ്രാമത്തിൽ ബസ് ഇറങ്ങി. ഇവിടെ നിന്നും മറ്റ് കാഴ്ചകൾ കാണാൻ ജീപ്പ് ട്രക്കിംഗ് എടുക്കുന്നതാണ് നല്ലത്. ഒരു ജീപ്പിന് ഏകദേശം 2000 രൂപ. 8 പേർക്ക് പോകാം. ആൾ കുറവാണെങ്കിൽ ഷെയർ ഇട്ടും പോവാം.
മൂന്നാറിനേക്കാളും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ് വട്ടവട. കൃഷിയും ഗ്രാമീണ കാഴ്ചകളും എല്ലാം ഇഷ്ടമുള്ളവർക്ക് വട്ടവടയിലേക്ക് തീർച്ചയായും വരാം. ട്രക്കിങ്ങിലുള്ള ആദ്യ കാഴ്ച പഴത്തോട്ടം വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നും വട്ടവടയുടെ കാഴ്ച മുഴുവനായും കാണാം. അടുത്തതായി ചിലന്തിയാർ വെള്ളച്ചാട്ടവും സ്ട്രോബെറി തോട്ടമാണ്. നവംബർ ഡിസംബർ ആണ് വട്ടവടയിലേക്ക് വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ഈ സമയത്ത് നല്ല തണുപ്പും കിട്ടും, എല്ലാ കൃഷിയും കാണാം. അങ്ങനെ കാഴ്ചകൾ കണ്ട് മൂന്നാറിലേക്ക് തിരിച്ച് 1 മണിക്കുള്ള പ്രൈവറ്റ് ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ KSRTC ബസ്സിൽ നടത്തിയ ഈ ചെറിയ യാത്രയെക്കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.